ഹോബി ഡയറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുണിയൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ കുറച്ച് തുണിയൊക്കെ മിച്ചം പറ്റില്ലേ? അപ്പോൾ അത് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ നോക്കുന്നു. ഞാനതുകൊണ്ട് ഒരു ചെറിയ കുഞ്ഞുടുപ്പാണ് തയ്ക്കുന്നത്. 3 to 6 months സൈസിലാണ്. അതിനുള്ള തുണിയേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ആ സൈസിലെടുക്കുന്നത്. ഇതെൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചുരിദാറിൻ്റെ സ്ലീവാണ്. അത് ഞാൻ സ്ലീവ് മാത്രം എടുത്ത് മാറ്റി വെച്ചിരുന്നു. അതിപ്പോൾ ഞാൻ ഇത് ഈ രീതിയിൽ മടക്കിയിട്ട് നമ്മൾ ആദ്യം നെക്കിൻ്റെ അവിടെ മാർക്ക് ചെയ്യാൻ പോവാണ്. അവിടെ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, എന്നിട്ട് അതിലാണ് നമ്മൾ മാർക്കിങ് കൊടുക്കുന്നത്. ആദ്യമായിട്ട് ആ ഫോൾഡ് ചെയ്തേക്കുന്നിടത്ത് നിന്ന് ഒരു 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അത് ഷോൾഡർ പോയിൻ്റാണ്. ഇനി നമുക്ക് താഴേക്ക് ആം ഹോൾ പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. അതാണ് നമ്മുടെ ആം ഹോൾ പോയിൻ്റ്. പിന്നെ ഫോൾഡർ സൈഡിൽ നിന്ന് ഒരു 5.5 ഇഞ്ച് ബസ് ലൈൻ മാർക്ക് ചെയ്തിട്ട് ഒരു ചതുരം പോലെ വരയ്ക്കുക. എന്നിട്ട് അത് സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ ഒരു കർവായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതേ രീതിയിൽ മറ്റേ രണ്ടാമതുള്ള സ്ലീവും കൂടെ മടക്കിയിട്ട്, ഇതിപ്പം ഫ്രണ്ട് പീസാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ബാക്ക് പീസ് ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം. അതിന് വ്യത്യാസം വരുന്നത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം എത്രമാത്രം വ്യത്യാസം വരുത്തുന്നുണ്ടെന്ന്. ഈ നെക്ക് മാർക്ക് ചെയ്യുകയാണ്. ഇതിൽ ഒരു 1.25 അവിടെ മാർക്ക് ചെയ്തു. ഇനി നെക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 2.5 മാർക്ക് ചെയ്യുക. അവിടെ ഇതുപോലെ ഒരു ചതുരം പോലെ വരച്ചിട്ട് നമ്മൾ ആ കർവ് അങ്ങ് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അവിടെ ഷോൾഡർ പോയിൻ്റ് അവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് താഴേക്ക് മാറ്റി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ചെയ്യാം. അത് ഒരു ഷോൾഡർ സ്ലോപ്പ്, അത് നമ്മുടെ ഷോൾഡർ നല്ല ഫിറ്റായിട്ടിരിക്കും. ആ സൈഡിലെങ്കിൽ അത് ഇച്ചിരി പൊങ്ങിയിരിക്കില്ലേ, അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് ഒരു ചെറിയ കർവ്, ഒരു ചെരിവ് പോലെ അവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ആം ഹോൾ കർവ് മാർക്ക് ചെയ്യുമ്പം ഒരു 1/2 ഇഞ്ചോളം അകത്തേക്ക് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ നല്ല ഫിറ്റായിട്ടിരിക്കും. ആ സ്ട്രെയിറ്റ് ലൈൻ പോലെ തന്നെ കട്ട് ചെയ്യാതെ ഒരു ഇച്ചിരി കർവായിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാം. അത് 5.5 മാർക്ക് ചെയ്യുന്നത്. മാർക്കിംഗ് അനുസരിച്ച് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തു. ഇതിപ്പം കണ്ടോ, 2 പീസുണ്ട്. അത് നടുക്ക് മടക്കിയിട്ടല്ല നമ്മൾ ചെയ്തത്. അതുകൊണ്ട് അത് ഒരെണ്ണം ലൈനിങ് ആയിട്ടും ഒരെണ്ണം മെയിൻ ഫാബ്രിക് ആയിട്ടുമാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യാൻ പോവാണ്. ബാക്കിലെ നെക്ക് 1 ഇഞ്ച് എടുക്കുന്നുള്ളൂ. നമ്മൾ ഫ്രണ്ട് എടുത്തേക്കുന്നത് 2.5 ആയിരുന്നു. ഇത് ബാക്കിൽ 1 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. അതുകൂടാതെ ആം ഹോളിൻ്റെ അവിടെ 1/2 ഇഞ്ച് കുറവായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അതിപ്പോൾ മെഷർ ചെയ്ത് കാണിച്ചത്. 1.5 ഇഞ്ച് എക്സ്ട്രാ ഉണ്ട്. അവിടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ പുറത്തേക്കുണ്ട്. ഇനി നടുക്ക് നമ്മൾ കട്ട് ചെയ്ത് 4 പീസായിട്ട് മാറ്റിയെടുക്കാം. പിന്നെ അതുകൂടാതെ ബാക്ക് പീസിൻ്റെ സെൻറ്ററിൽ ഒരു കട്ട് കൊടുക്കണം. ഇനി നമ്മൾ ബോട്ടത്തിനായിട്ടുള്ള ടൂൾ ഫാബ്രിക് ഈ രീതിയിൽ മടക്കിയേക്കുവാണ്. 9 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. 9 ഇഞ്ച് മതി 3 to 6 month സൈസിലുള്ള ഒരു ബേബി ഡ്രസ്സിന്. അപ്പം നമ്മൾ മാക്സിമം എത്ര കിട്ടുന്നു അത് 1 മീറ്റർ തുണിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മാക്സിമം 9 ഇഞ്ച് വീതമുള്ള എത്ര പീസ് കിട്ടുന്നോ അത്ര എടുക്കുക. അത്രയും ലെയർ നമ്മൾ ആ ബോട്ടം പാർട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാനിപ്പോൾ മാക്സിമം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസും എടുത്തിട്ട് ചെറിയ ചെറിയ ഞൊറിവ് വീതം നമ്മൾ മെഷീനിൽ വെച്ച് തയ്ച്ചെടുക്കണം. ഈ രീതിയിൽ ഞൊറിഞ്ഞ് തയ്ച്ചെടുക്കണം. എന്നിട്ട് നമ്മളൊരു ലൈനിങ്ങിലേക്ക് ഈ ഞൊറിവെല്ലാം കൂടെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ലൈനിങ് തുണി. ഇത് ഏകദേശം 9 ഇഞ്ചോളം അടുത്തുണ്ട്. അതിന് ഇച്ചിരി നീളം കുറഞ്ഞാലും കുഴപ്പമില്ല, കാരണം ലൈനിങ് അല്ലേ. 30.5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. ടോപ്പിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും കൂടെ 4 പീസുണ്ട്. അതിൽ 2 എണ്ണം മെയിൻ ഫാബ്രിക് ആയിട്ടും 2 എണ്ണം ലൈനിങ് ആയിട്ടുമാണ് എടുക്കുന്നത്. ഇപ്പം ഞാൻ മെയിൻ ഫാബ്രിക് 2 കൂടെ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ലൈനിങ് 2 കൂടെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ആ സ്റ്റിച്ച് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടൊന്ന് അയൺ ചെയ്തിട്ടുണ്ട്. അപ്പം 2 സൈഡിലേക്ക് ഒരുപോലെ അതിൻ്റെ ആ എക്സ്ട്രാ ഉള്ള സ്റ്റിച്ച് ഉണ്ടല്ലോ, എക്സ്ട്രാ ഉള്ള സീം അലവൻസ്, അത് 2 സൈഡിലേക്കും ഇരിക്കും. അപ്പോൾ ഒത്തിരി തടിച്ച് അവിടെ ഇരിക്കുകയല്ലേ. ഈ തുണി ചേർത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ നല്ല വശം 2 കൂടെ ചേർത്ത് വെക്കണം. അതിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഷോൾഡറും ഉണ്ടല്ലോ, അത് 2 പുറത്തേക്ക് ഇരിക്കുന്ന രീതിയിൽ ഇതിൻ്റെ നെക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യണം.
പിന്നെ നമുക്ക് ഈ ഷോൾഡറിൽ ഒരു സ്ലീവും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. ഈ രീതിയിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുക. അപ്പം നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഈ ലൈനിങ്ങിൻ്റെയും മെയിൻ ഫാബ്രിക്കിൻ്റെയും കൂടെ ഇടയ്ക്കായിട്ട് നമ്മൾ വെച്ചിട്ടാണ് ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ കൺസീൽഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് അവിടെ വരുന്നത്. ഈ രീതിയിൽ ജസ്റ്റ് ഇച്ചിരി വീതി കൂടുതലുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് ഈ രീതിയിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. അതിൻ്റെ ആ കർവ്ഡ് ആയിട്ടുള്ളിടം വരുമ്പോൾ ഒന്ന് ജസ്റ്റ് പിൻ ചെയ്തൊക്കെ സെക്യൂർ ചെയ്തിട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ചില ഭാഗങ്ങളൊന്നും സ്റ്റിച്ച് പിടിക്കാതെ വരും. സൂക്ഷിച്ച് ഇച്ചിരി കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. ഇതിപ്പം നമ്മുടെ നെക്കിൻ്റെ അവിടവും ആം ഹോളിൻ്റെ അവിടവും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു സൈഡിൽ കൂടെ പിടിച്ച് മറ്റേ സൈഡിലേക്ക് വലിക്കുമ്പം തന്നെ ഇത് അതിൻ്റെ ആ നല്ല വശം പുറത്തായിട്ട് വരും. അതിന് മുമ്പായിട്ട് ഈ കർവ്ഡ് ആയിട്ടുള്ളിടത്തെല്ലാം ചെറിയതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ അവിടെ നല്ല നീറ്റായിട്ട് കിട്ടും. ഞാൻ എല്ലാ വീഡിയോയിലും അങ്ങനെ പറയുന്നതാണ്. ഇപ്പോൾ കണ്ടോ, ആ സ്ലീവിൻ്റെ സ്റ്റിച്ചെല്ലാം അകത്താണ് പോയേക്കുന്നത്. കണ്ടില്ലേ? നന്നായിട്ട് അയൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും നല്ല നീറ്റായിട്ട് വരും. ബട്ടൺ പിടിപ്പിക്കാനായിട്ട് ഇതിൻ്റെ ബാക്കിലൊരു പ്ലാക്കറ്റ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗം വീഡിയോ മിസ്സായിപ്പോയി. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാനിടാം. കമൻറ്റിലൊന്ന് പറഞ്ഞാൽ മതി. ഇനി നമ്മൾ രണ്ട് സൈഡും കൂടെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യണം. ഇത് നമ്മുടെ ടൂൾ ഫാബ്രിക് കൊണ്ടുള്ള ഗാദേഴ്സാണ്. ഇത് നമ്മൾ ലൈനിങ്ങിലേക്ക് മാക്സിമം എത്ര ലെയർ കിട്ടുന്നോ അതേ രീതിയിൽ നമ്മൾ അറ്റാച്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതിനായിട്ട് നമ്മുടെ ലൈനിങ് അതിൻ്റെ ബോട്ടം പാർട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം ചെറുതായിട്ടൊരു 1/4 ഇഞ്ച് വീതം മടക്കിയിട്ടാണേലും അതിൻ്റെ ഹെം ഫിനിഷ് ചെയ്താൽ മതി. ഇതിന് ടോപ്പിലായിട്ട് ഗാദേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും വലിപ്പത്തിലുള്ള ഒരു 1-2 ലെയർ സ്റ്റിച്ചിട്ടിട്ട് നമ്മൾ ഈ രീതിയിൽ, ഇത് ഞാൻ വേറെ വീഡിയോയിലേക്ക് വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ സ്റ്റിച്ചിൻ്റെ അപ്പർ ത്രെഡും ലോവർ ത്രെഡും സെപ്പറേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സെറ്റ് നൂലെടുത്ത് വലിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരുപോലെയുള്ള ഗാദേഴ്സ് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ തുലി ഫാബ്രിക് ഇതേ രീതിയിൽ അറ്റാച്ച് ചെയ്തെടുക്കണം. ഓരോരോ ലെയർ വീതം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മുടെ ഉടുപ്പിൻ്റെ ടോപ്പ് പോർഷൻ ഇതിലേക്ക് നല്ല വശം രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ബാക്കിലെ ആ സെൻറ്ററും കൂടെ സ്റ്റിച്ച് ചെയ്ത് അവിടെ ബട്ടണോ എന്താണെന്ന് വെച്ചാൽ ഈ സിബ് പിടിപ്പിക്കാൻ അറിയാവുന്നവർക്ക് സിബ് പിടിപ്പിക്കാം. എൻ്റെ കയ്യിൽ സിബ് സെയിം കളർ സിബിലായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് സിബ് പിടിപ്പിക്കാഞ്ഞത്. പിന്നെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എനിക്ക് സിബൊന്നും മേടിക്കാൻ പറ്റിയില്ല. ഇത് കുറച്ച് സിൽവർ കളറുള്ള സീക്വൻസ് ഫാബ്രിക്കാണ്. അത് ഞാൻ എൻ്റെ കയ്യിൽ ചെറിയ പീസായിരുന്നുകൊണ്ട് ഞാൻ ഒന്നിച്ച് തുന്നി ചേർത്തിട്ട് കുറച്ച് മാക്സിമം ലെങ്തിലെടുത്തേക്കാണ്. അത് വേസ്റ്റിൽ വന്ന് ബാക്കിൽ ടൈ ചെയ്യുന്ന രീതിയിൽ ആവശ്യത്തിന് ലെങ്തിലെടുക്കുക. ഇതിൽ സീക്വൻസ് സൈഡ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നടുവെ മടക്കിയിട്ട്
ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക. അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു 2-3 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 5 ഇഞ്ചോ 6 ഇഞ്ചോ വീതിയിൽ ഓപ്പൺ സ്പേസ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതിലൂടെയാണ് നമ്മളിത് തിരിച്ചെടുക്കുന്നത്. ഇത് നല്ല വശം പുറത്തേക്കാക്കി എടുക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ആ ഓപ്പൺ സൈഡ് ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്യണം. ഇനി നമുക്ക് ബാക്കിലേക്ക് ഒരു ബോ ഉണ്ടാക്കാം. ഈ സിൽവർ തുണി കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിൽ ഞാൻ ഫ്യൂസിബിൾ ഇൻ്റർഫേസിങ് ഫാബ്രിക് അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഇച്ചിരി ഒരു സ്റ്റിഫായിട്ടിരിക്കാനായിട്ടാണ്, ആ ബോയൊന്ന് സ്റ്റിഫായിട്ടിരിക്കാനായിട്ട്. ഈ സിൽവർ ടൈൽ തന്നെയാണ് നമ്മൾ ബോയും ഫിക്സ് ചെയ്യുന്നത്. അത് കറക്റ്റ് സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ ഫിക്സ് ചെയ്യുക. എന്നിട്ട് അത് ബോയുടെ താഴ്ഭാഗത്ത് ടൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.